ഹലോ, എല്ലാ ദിവസവും ഞാൻ മോർണിംഗ് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് ട്രക്കിങ്ങിന് പോകുന്നതിൻ്റെയും ഡെയിലി ആക്ടിവിറ്റീസിൻ്റെയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ട്രക്കിങ്ങിന് പോകുന്ന ഒരു ഫുൾ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ചില സമയത്ത് ഒരു നല്ല സ്ഥലത്താണ് ഞാൻ ജോലിയിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന്. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത്രയും വലിയ മൗണ്ടെയിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. നമുക്ക് വേറെ എങ്ങും പോകണ്ട, നല്ല രീതിയിലുള്ളൊരു സൂര്യോദയം കാണാം. അതേ വ്യൂ പോയിന്റിൽ തന്നെ വേറൊരു സൈഡിലേക്ക് നോക്കിയാൽ സൂര്യാസ്തമയവും കാണാം. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലായിട്ട് തന്നെയുള്ള സ്വന്തം വ്യൂ പോയിൻ്റാണ്. ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കൂടെയാണ്. അപ്പോൾ ട്രെക്കിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും നമുക്കിവിടെ റെഡിയാണ്. പക്ഷേ ഇന്ന് ട്രക്കിങ്ങിന് കൂട്ടിയിട്ട് പോയത് എൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പോൾ ഇന്ന് അവളുടെ ടേൺ ആയിരുന്നു. അപ്പോൾ അവളാണ് ഈ പോകുന്നത്. അവളുടെ കൂട്ടത്തിൽ ഗസ്റ്റും പുറകെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ട്രക്കിങ്ങിന് പോകുന്നത് എല്ലാ ദിവസവും പറയുന്നത് പോലെ ഒരു കാർഡമം ആൻഡ് ടീ പ്ലാന്റേഷനാണ്. ടീ പ്ലാന്റേഷനിൽ നിന്ന് നോക്കിയ അടിപൊളി വ്യൂ ആണ്. ഇന്ന് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. മൊത്തം കോടയൊക്കെ ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ട്രക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കാമെന്ന് പറഞ്ഞ് നടന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി. കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് അത്രയ്ക്കും നല്ല വ്യൂസാണ് കിട്ടുക. പക്ഷേ എൻ്റെ ഭാഗ്യക്കുറവ് കൊണ്ടാണെന്ന് അറിയത്തില്ല, ഫുള്ള് മിസ്റ്റ് മൂടി കിടക്കുകയാണ്. മൊത്തത്തിൽ മിസ്റ്റാണ്. കണ്ടോ, മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു ചെറിയ ട്രക്കിംഗ് ആണെങ്കിലും പോകുന്ന വഴിയിൽ ഒരുപാട് അപകട സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിന്ന് നിങ്ങളെ കാണിക്കാമേ. ഇതെന്താണ് സംഭവം എന്നറിയാമോ? ഇത് മുള്ളം പന്നിയില്ലേ, മുള്ളം പന്നിയുടെ മുള്ളാണ്. ഇത് കുറേ ഉണ്ടാവും ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കിനും. പിന്നെ അതുപോലെ തന്നെ പാമ്പ്, പഴുതാര, ഈ മുള്ളം പന്നി, പിന്നെ ഈ മൂന്നാർക്ക് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്, കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും. പക്ഷേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേടി മാറ്റി വെച്ചിട്ടല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പേടി മാറ്റി വെക്കണം. ഇപ്പം ഞാൻ പോകുന്നത്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കായിരിക്കും, ഒരു വാട്ടർഫോളിലേക്കാണ്. നമ്മുടെ അടുത്ത് ഗസ്റ്റൊക്കെ ഈ വാട്ടർഫോളിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയാറില്ല. കാരണം ഒരു തവണ ഞാനിങ്ങനെ വാട്ടർഫോൾ ഉണ്ടെന്നൊക്കെ ഗസ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഈ ഗസ്റ്റ് ഇതിനകത്ത് ഇറങ്ങി കയ്യും കാലും ഒക്കെ കഴുകി. അപ്പോൾ വന്ന ആൾക്കാരെന്നോട്, ഇവിടുത്തെ ആളുകൾ തന്നെ പറഞ്ഞു, മോളെ നിങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടല്ല, ഇത് കുടിവെള്ളമാണ്. ഈ വെള്ളം മലയുടെ മേളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഈ കുടിവെള്ളം നമ്മൾ കുടിക്കുന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ വന്ന് കണ്ടോ, പക്ഷേ ഇവിടെ നമ്മൾ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഗസ്റ്റിനെ അങ്ങനെ കൊണ്ടുവരാറില്ല. ഞങ്ങളുടെയൊക്കെ ഗസ്റ്റ് പറഞ്ഞാൽ കേൾക്കുന്നത് നല്ല ഗസ്റ്റ് ആയതുകൊണ്ട് കൊണ്ടുവരാറില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വാട്ടർഫോൾ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം കുറവാണ്, മഴ ആയതുകൊണ്ട്. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കവറാകും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി കൂടെ മൊത്തത്തിൽ നല്ല വെള്ളമായിരിക്കും വരുന്നത്. ഇതുപോലെ നല്ല വെള്ളം വന്നു തുടങ്ങും. നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണിത്. മലയുടെ മേളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഒരു മാലിന്യങ്ങളും ഒന്നുമില്ല. ഇടയിൽ കൂടെ ഒരാൾ അഴിഞ്ഞ് പോകുന്നുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഈ പാമ്പിനെ നല്ല പേടിയാണ്. നല്ല പേടിയെന്ന് വെച്ചാൽ നല്ല പേടിയാണ്. പ്രത്യേകിച്ച് വിഷമുള്ള പാമ്പ്. ഇതെന്നാ പാമ്പാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക. എന്തായാലും നല്ല വിഷമുണ്ടെന്നുള്ളത് എനിക്കറിയാം. മിണ്ടാതെ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 8 ആന. അതിന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ഒരു സാഹസത്തിന് മുതിർന്നത് സത്യത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രെക്കിംഗ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.